ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്രയും കരിമീൻ മുരളിച്ചെണ്ണം ഒറ്റയടിക്ക് പിടിച്ച എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഞാൻ ആ വീഡിയോ ഫുള്ള് കാണുക. ഓക്കെ. പ്രോ ഫിഷിംഗ് ഹോബിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് കരിമീൻ കൂട്ടം കണ്ടിട്ടുണ്ട്. നമ്മൾ സ്പോട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതാണ് കരിമീൻ കൂട്ടം. അടിപൊളി കരിമീൻ കൂട്ടം എന്ന് പറഞ്ഞാൽ അടിപൊളി കൂട്ടമാണ് വന്നേക്കണേ. പുള്ളിച്ചേട്ടൻ എത്തിയിട്ടുണ്ട് വലയായിട്ട്. ഇതുണ്ട് താഴെ ഇപ്പം താന്നു. 3 സെറ്റ്. അത് വലിയ കൂട്ടമല്ലേ? ഈ കൂട്ടം നോക്കിയാലോ? ഏത് കൂട്ടം നോക്കണേ? കരിമീൻ ചാകര എന്ന് പറഞ്ഞാൽ കരിമീൻ ചാകരയാണ് കാണുന്നത്. കൂട്ടം മുരളിച്ചേട്ടാ, നോക്ക് മുരളിച്ചേട്ടാ. ഒരു കൂട്ടം ഇവിടെയായിട്ട് നിൽക്കുന്നു, ഈ സെൻറ്ററിലായിട്ട്. ഒരു കൂട്ടം ഇവിടെയായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ സ്പോട്ട് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് എറിയാൻ പോവാണ്. അടിപൊളി കൂട്ടമാണ് കണ്ടേക്കണത്. ഇരിക്കുന്നതാണ് കൂട്ടം. ഇരിക്കുന്നതാണ് കൂട്ടം. എറിയാണോ? ഇച്ചിരി ഇങ്ങോട്ട് മാറിക്കുവാണി. ഇച്ചിരി ഇങ്ങോട്ട് മാറിയിട്ട് എറിഞ്ഞു. താന്നു എറിയുന്നില്ല. എറിഞ്ഞോ? വലയൊക്കെ കറക്റ്റായിട്ട് വീണിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെളിയുണ്ടല്ലേ. ചേട്ടൻ വല എറിഞ്ഞിട്ടിട്ടുണ്ട്. മീൻ കുടുങ്ങിയ ലക്ഷണമുണ്ട്. ഇത്തവണ കുത്തുന്നതാണ് ഈ പതഞ്ഞു പോകുന്നതായിട്ട് കാണാം. എടുക്കണോ? കൂടെ എടുക്കണോ? ചവിട്ടി പിരിച്ചിടുമല്ലേ? ഉടക്കുണ്ടോന്ന് എന്തായാലും ഒരു 6 കരിമീൻ കൂട്ടമായിരുന്നു. 2-3 കൂട്ടം ഉണ്ടായിരുന്നു. മുരളിച്ചേട്ടൻ മുങ്ങി എടുക്കണ ഭാഗം. എവിടെ ഇടും ഇപ്പോൾ? അപ്പം ആദ്യത്തെ കരിമീൻ പിടിച്ചിരിക്കുകയാണ്. മുരളിച്ചേട്ടൻ താഴെ നിന്ന് ത്രോ ചെയ്തിട്ടാണ്. എറിഞ്ഞിട്ടോ? ഏറിന് ശക്തിയില്ലേ? മുങ്ങുന്നു, മീനെ പിടിക്കുന്നു, എടുക്കുന്നു, ത്രോ ചെയ്യുന്നു. ഇപ്പം 3ാമത്തെ കരിമീൻ. ഇത്രയും സൈസുണ്ട്. ഈ സൈസുള്ള സാധനമാണ് പിടിച്ചേക്കണം. 4ാമത്തെ കരിമീൻ. 4 കരിമീനായി. കിട്ടിയോ? ഉണ്ടോ? സാധനം ഉണ്ടോ? 5ാമത്തെ കരിമീൻ. മുരളിച്ചേട്ടൻ വലയിൽ കുടുങ്ങിയതിന് കുറേ നേരം ചവിട്ടി പിടിച്ചിട്ട് അവിടെ തന്നെ വലയിൽ കുടുക്കിയിടും, പിരിച്ചിടും. വലിക്കുമ്പോൾ അപ്പോൾ പോവില്ല. ഇത് 6ാമത്തെ കരിമീനാണ് ഈ വരുന്നത്. 3-4 കൂട്ടം ഉണ്ടായിരുന്നു. അതിൽ ഒരു കൂട്ടത്തിന് ഈ സൈഡിലായിട്ട് സ്പോട്ട് ചെയ്തിട്ട് നമ്മൾ എറിയുക ചെയ്തത്. ബാക്കിയുള്ള സൈഡിൽ എറിയാൻ പറ്റുന്നില്ലായിരുന്നു. കുറച്ച് സൈഡിലോട്ട് അടുത്ത് വന്നാലേ എറിയാൻ പറ്റുള്ളൂ. 7ാമത്തെ കരിമീൻ എറിയുന്നുണ്ട് നമ്മൾ ചേട്ടാ. ഇവിടെ ഭയങ്കര പൊക്കമായതുകൊണ്ട് മീൻ കാണാൻ പറ്റും. എറിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഓടിക്കളയും. അതുകൊണ്ടാണ് മീൻ കുറവ്. അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ മീൻ കിട്ടിയാണ്. എന്തായാലും ഉണ്ട്, മീനുണ്ട്. മുരളിച്ചേട്ടൻ മുങ്ങി ഓരോന്നിനെ പിരിച്ചിടുന്നുണ്ട്. തിരിതിരുന്ന് മുങ്ങുന്നുണ്ടല്ലോ. മുരളിച്ചേട്ടനെ സമ്മതിച്ചു കൊടുക്കണം. ഇപ്പം 8ാമത്തെ കരിമീൻ. ഓണമായിട്ട് മുരളിച്ചേട്ടന് വരുമാനമൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ഒരു അടിപൊളി കയാച്ച് ഇത് ഫുള്ള് കയറി കഴിഞ്ഞാൽ മുരളിച്ചേട്ടനുള്ളൊരു വരുമാനമാണ്. ഇത് 9ാമത്തെയാണ്. കരിമീനായി കഴിഞ്ഞു. 10ാമത്തെ. അങ്ങനെ 10 തേച്ചു. കിട്ടിയോ? കക്കയാ? അതുപോലെ കറുത്ത ചെളിയാട്ടോ. പിരിച്ചിടുന്ന ഭാഗമാണ് ആ കാണുന്നത്.
കണ്ടതിന് ശേഷം നമ്മൾ വലിയ വില 8 അടിയുടെ വലിയ വില എടുത്തിട്ട് വരുമോ ഇത്. എൻ്റെ കയ്യിൽ 6 അടിയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഇത് ഇത്രയും പൊക്കത്തിൽ നിന്ന് എറിയുമ്പോൾ വല ഒന്നും നൂരില്ല, പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വലിച്ചെറിയാൻ പറ്റുന്നില്ല. ഇപ്പം മുരളിച്ചേട്ടൻ്റെ വല തന്നെ എടുത്തുകൊണ്ട് വന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് കുറച്ച് റൗണ്ടായിട്ട് എറിയാൻ സാധിച്ചത്. 5-8 എണ്ണം പിരിച്ചിട്ടിട്ടുണ്ട്. ഇനി വല വലിക്കുമ്പോൾ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. വല വലിച്ച് ഇത്രയും പൊക്കത്തിൽ കയറ്റേണ്ട സാഹചര്യമുണ്ട്. എൻ്റെ ഹെൽപ്പോടെ വേണ്ടി വരും. ഞങ്ങൾ രണ്ടുപേരോട് കൂടിയാണ് കഴിഞ്ഞ തവണ വല വലിച്ച് കയറ്റിയത്. ഇതിൽ കൂടുതൽ കൂട്ടം ഉണ്ടായിരുന്നു. അത് ഇത് കൂട്ടാണല്ലോ. കയ്യൊക്കെ ഉണ്ടോ? നാച്ചുറല്ലേ? കയ്യൊക്കെ ഉണ്ടോ? അവൻ പോവുകയും ചെയ്ത് കൈക്കൂട്ട് കുത്തും കിട്ടി. ഇതാ പോണവൻ കുത്തു കിട്ടിയോ? ഷോ മനസ്സിലായില്ല അല്ലേ നാച്ചുറയെന്ന്? ആ കറക്റ്റ് കരിമീനാന്ന് ഓർത്ത് പിടിച്ച മുരളിച്ചേട്ടൻ നാച്ചുറയായിരുന്നു. ഒരു കൊത്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേദനയുണ്ടെന്ന് തോന്നുന്നു. ഉള്ളി കൈ കടിക്കുന്നുണ്ട്. എന്തായി, വലിക്കാറായോ? ഒന്നോടെ ചവിട്ടി നോക്കുവാണോ? ഓടുന്നുണ്ട് ഇപ്പോഴും അല്ലേ? കുറച്ച് മീനുകൾ ഇപ്പോഴും കരിമീൻ ഓടുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ചവിട്ടി പിരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ വലിക്കുമ്പോൾ ചെളി ആയതുകൊണ്ട് അതിൽ പതിഞ്ഞ് കിടക്കും. അപ്പോൾ വലിക്കുമ്പോൾ വലയിൽ ഉടക്കില്ല. 2 എണ്ണത്തിനെ കൂട്ടി പിരിച്ചിട്ടേക്കും മുരളിച്ചേട്ടാ. കയ്യിൽ നിന്ന് പോയാ? ആ മുരളിച്ചേട്ടൻ ചവിട്ടി വലയിൽ പിടിക്കുന്നു, വല പൊക്കുന്നു, എടുത്തെറിയുന്ന ഭാഗമാണ് കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത്. ഒരെണ്ണം ഓടുന്നുണ്ട് മുരളിച്ചേട്ടൻ. ഓടണമുണ്ട്. ഒരെണ്ണം ഓടി ഇപ്പോൾ ഈ മൂലയിലൂടെ ഓടി വന്നിട്ടുണ്ട്. പൊക്കിയെറിയേ? ആ ഓക്കെ. ഇങ്ങനെ എറിഞ്ഞാൽ ഒരെണ്ണം പോയി. ഇപ്പോൾ മുകളിൽ തട്ടിയിട്ട് മുരളിച്ചേട്ടൻ്റെ ഏറ് തെറ്റിപ്പോയി. ഒരെണ്ണോടെ കിട്ടിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, സൈസുള്ള. ഇപ്പോൾ കിട്ടുന്നതല്ല, അത്യാവശ്യം സൈസുള്ളതാണ്. ഒരെണ്ണോടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതോടുകൂടി 15 എണ്ണം തേച്ച് കൊട്ടയിൽ. അടുത്ത മീനുമായിട്ട് വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. 16ാമത്തെ മീൻ. ഇത് 16ാമത്തത് ഇപ്പം ഇട്ടത്. പെടക്കണ കരിമീൻ, നല്ല സൈസുള്ള കരിമീൻ. 17ാമത്തെ കരിമീൻ. 18. മുരളിച്ചേട്ടൻ എറിഞ്ഞ ഒരു നാച്ചുറയാണ് കിടക്കുന്നത്. അങ്ങനെ നാച്ചുറയായതുകൊണ്ട് എടുക്കാൻ മടിയായതുകൊണ്ട് വരാത്തതാണ്. എറിഞ്ഞിട്ട് ഈ കല്ലേ കൊണ്ടിട്ട് ഇവിടെ തന്നെ ചാടി. ഈ കിടക്കണ കേട്ടോ നാച്ചുറ. വീണ്ടും മുങ്ങുവാണ്. മുരളിച്ചേട്ടൻ പറഞ്ഞ വലിയൊരു കരിമീനുണ്ട്, അതിനെ കിട്ടിയില്ല. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മുങ്ങുന്ന ഭാഗം. ഞാൻ വലിക്കാമെന്ന് പറഞ്ഞാൽ വല ടയർഡായെന്ന് തോന്നുന്നു. ഒരു വലിയ കരിമീനായിട്ട് ഓടിക്കുന്ന ഭാഗമായി കാണുന്നത്. കിട്ടിയോ? പോയാൻ വല വലിക്കാൻ പോകുന്ന ഭാഗമാണ്. എങ്ങോട്ടാ വലിക്കുന്നത്? നോക്കുവാണോ? വലയുടെ നടുഭാഗത്ത് നോക്കിയോ? ഉണ്ടെങ്കിൽ വലുത് അവിടെ കാണും. ഒരു വലിയ കരിമീന് വേണ്ടിയുള്ള കഠിന പ്രയത്നത്തിലാണ് മുരളിച്ചേട്ടൻ. അവനെ ഇതുവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. 2 തവണ കയ്യിൽ നിന്ന് പോയി മുരളിച്ചേട്ടൻ്റെ. ഇത്തവണ കിട്ടിയ ലക്ഷണമുണ്ടോ അവനെ? കിട്ടിയോ? അതല്ല വേറെ മീൻ കയറ്റിയിട്ടുണ്ട്. ഇതാണ് വല കയറ്റിയോണ്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല. വല കയറ്റിയ ഭാഗം കിട്ടിയിട്ടില്ല. പ്രായലുണ്ട് കേട്ടോ മുരളിച്ചേട്ടാ. അതായിരുന്നല്ലേ ഈ ചെമ്മീനൊക്കെ ചാടണേ? കണ്ണു കാണുന്നില്ല അല്ലേ? ചുമ്മാ കാണാൻ വേണ്ടി നിർത്തിയാണ്. അപ്പോൾ പുറയിൽ വണ്ടി തന്നെ ഉണ്ടേ, പെട്ടെന്ന് മാറ്റിക്കും. ഞാൻ ഒരു കൈ പിടിച്ചാലോ? മുരളിച്ചേട്ടാ
ഞാൻ എടുക്കാം, ഞാൻ ചുറ്റി കൂട്ടിത്തോടെ ഞാൻ എടുത്തിട്ട് മൊബൈലും പിടിച്ചിട്ട് അങ്ങോട്ട് പോവാം. അല്ലെ മുള്ളിച്ചേട്ടൻ ഈ ബോക്സ് എടുത്തിട്ട് പോവാം. അതെടുക്കാൻ പാടില്ല, അല്ലാതെ നടക്കില്ല പരിപാടി. മീൻ ഓൾറെഡി കച്ചവടമായി കഴിഞ്ഞു. കൊടുത്തോ, നോക്കിയിട്ട് കിറ്റ് വേണോ? മീൻ ഇവിടം വരെ കൊണ്ടുവയ്ക്കാൻ പറ്റ പാട് അല്ല മുള്ളിച്ചേട്ടാ? ഒരു കുഴപ്പമില്ല, കൊടുത്തോ. 500 രൂപയ്ക്ക് മീൻ കച്ചവടമായി കഴിഞ്ഞു. മീൻ മുള്ളിച്ചേട്ടൻ ഓൾറെഡി കൊടുക്കുവാണ്. ഒന്ന് എണ്ണിട്ടോ, എത്ര എണ്ണം ഉണ്ട്? 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ക്ലീൻ ചെയ്തോ? ഇച്ചിരി വെള്ളം ഒഴിക്കേണ്ടി വരും അല്ലേ? വലയിൽ ലാസ്റ്റ് പിരിച്ചിട്ടായിരുന്ന മീനുകൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, മറ്റേ സാധനമല്ലേ? 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40 കരിമീൻ തന്നെയുണ്ട് അല്ലേ? അപ്രകാരം കിടന്ന് എടുത്തോ? ഉണ്ട് 1, 3, 4, 5, 6, 7, 8, 9, അതും 10 എണ്ണം. അതേ കിടക്കണം പറഞ്ഞോണ്ട് 10 എണ്ണം ഉണ്ട്, പ്രായലും എല്ലാം കൂടെ കൂടി കേട്ടോ. ഇതാണ് പ്രായൽ. അതിനോരം ഇത് മറ്റേനെ കൊടുക്കാറായില്ല, ഇനി ഒന്ന് കഴുകിയെടുത്തോ. ഏകദേശം 40 എണ്ണം ഇതും 15 എണ്ണം അതും കൂടെ കൂടി 55 എണ്ണം ആയില്ലേ? 55 കരിമീൻ്റെ എടുത്തുണ്ടായിരുന്നു ഒറ്റ ക്യാച്ചിൽ കേട്ടോ. പുതിയ ആൾ വന്നിട്ടുണ്ട്. തരും വെയിറ്റ് ചെയ്യും. ഷവറ് ഭയങ്കര വേസ്റ്റാ അല്ലേ? പുള്ളി കണ്ടില്ല, പുറയിലാന്ന് വരെ കാണുന്നില്ല പുള്ളി. പുറയിൽ ഇത് ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, ഞാൻ വരാം. വെയിറ്റ് നോക്കണ്ടേ? ഒന്ന് തൂക്കി നോക്കാം. ഇതാണ് മുള്ളിച്ചേട്ടൻ്റെ വീട്. പ്രധാന അതിഥി ഇതാണ് ഈ വീട്ടിലെ. എങ്ങനെയുണ്ട് പൂച്ച? കൊള്ളാവോ? വെച്ച് നോക്കാം എന്തായാലും. ഇരിക്കില്ല, വെക്കാൻ പാത്രം വേണം എന്തായാലും അല്ലേ? ഇത് കേട്ടോ, വെച്ച് നോക്കിയേ. ഏതാ ലോക്ക് ചെയ്യണ്ടേ? ഇത് ലോക്ക് ചെയ്യാം. 0 ആയില്ല? ആയില്ലല്ലോ. ഇതാണോ 0? വെച്ചാ അങ്ങനെ ഒരു ഇത് ഉണ്ടല്ലേ? ശരിക്കും ഇരുന്നോ? അതായത് കറക്റ്റ് വെയിറ്റ് 7 കിലോ 46 ഗ്രാമുണ്ട്. എന്നിട്ട് കൊടുത്ത 2 കിലോ കൂടെ കൂട്ടുവാണെങ്കിൽ അപ്പോൾ 9 കിലോ, 10 കിലോയുടെ അടുത്ത് ഏകദേശം 9.5 കിലോ കൂട്ടാം അല്ലേ? ഇത്രയും മീനാണ് ഇന്ന് മുള്ളിച്ചേട്ടൻ പിടിച്ചേക്കണേ. അപ്പോൾ ഇതാണ് മുള്ളിച്ചേട്ടൻ്റെ വീട്. കാര്യങ്ങൾ, പഴയ പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പൂച്ച പ്രസവിക്കാറായി. പൂച്ച തീറ്റയൊന്നും എടുക്കുന്നില്ല എന്നാണ് മുള്ളിച്ചേട്ടൻ പറഞ്ഞത്. ഇട്ട് കൊടുക്കുക, തിന്നുമെന്ന് നോക്കാം. കട്ട് ചെയ്തിട്ട് കൊടുത്താലേ കഴിക്കുള്ളൂ അല്ലേ പുള്ളി?
കരച്ചിലൊക്കെ വളരെ സോഫ്റ്റായി പ്രസവിക്കാനായി. അപ്പുറത്തെയാണ് ആണോ? വേണ്ട, കഴിക്കുന്നില്ലല്ലോ.